സർക്കാർ മെറിറ്റിലല്ലേ കയറിയത്. അവനെ തട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരു വിദ്യാർത്ഥി അവിടെ കയറ്റി അവർക്കത് ബാക്കി പൈസ ഈടാക്കാമല്ലോ. കാരണം ട്രസ്റ്റാണ് അവിടെ നയിക്കുന്നത്. അപ്പോഴവർക്ക് ആ പൈസ ഈടാക്കാമല്ലോ അതിൻ്റെ പേരിൽ. എന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞ് ഇവ 1.5 മാസം വന്നില്ലല്ലോ, മാനസിക പീഡനം നേരിട്ട് മുമ്പ്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിതിൻ രാജിന്റെ മരണം നമ്മെ നടുക്കിക്കളയും. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ നിതിൻ രാജ് യഥാർത്ഥത്തിൽ അവൻ ചാടി മരിച്ചതല്ല, അവനെ തള്ളിയിട്ട് കൊന്നതാണ്. തിരുവനന്തപുരം സ്വദേശിയായ നിതിൻ രാജ് വകുപ്പ് മേധാവിയിൽ നിന്ന് കടുത്ത മാനസിക പീഡനം നേരിട്ടിരുന്നു. നിറത്തിന്റെ പേരിൽ കടുത്ത അധിക്ഷേപം. നിതിനെ പുഴുത്ത പട്ടിയെന്നാണ് വകുപ്പ് മേധാവി വിളിച്ചത്. മറുവശത്ത് സീനിയേഴ്സിൽ നിന്നുള്ള റാഗിംഗ്. കോളേജ് കെട്ടിടത്തിന്റെ നിലയിൽ നിന്ന് നിതിൻ രാജ് താഴേക്ക് ചാടുകയായിരുന്നുവെന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. എന്നാൽ നിതിന്റെ പിതാവ് പറയുന്നു അവൻ ആത്മഹത്യ ചെയ്യില്ല. സർക്കാർ മെറിറ്റിലാണ് അവൻ അഡ്മിഷൻ മേടിച്ചത്. അവനെ തട്ടിക്കളഞ്ഞാൽ പൈസ വാങ്ങി മറ്റൊരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കൊടുക്കാമല്ലോ. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു. ജിഷ്ണു പ്രണോയ് മുതൽ എത്രയെത്ര നൊമ്പരകളാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് നമ്മൾ കേട്ടത്. ക്യാമ്പസുകളിലെ ഇത്തരം കൊടിയ പീഡനങ്ങൾ, കൊലപാതകങ്ങൾ ഒടുവിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് അധികൃതർക്ക് വ്യക്തമായി അറിയാം. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. റാം എന്ന ഒരു ക്രിമിനൽ അധ്യാപകന്റെ കഥകളാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പറയുന്നത്. ഇത്തരം ക്രിമിനലുകൾ നമ്മുടെ അക്കാദമിക് രംഗത്ത് വാഴുന്നു. അവന്റെ സഹപാഠികൾക്കെങ്കിലും അവനെ ഒന്ന് ചേർത്ത് പിടിക്കാമായിരുന്നല്ലോ എന്നിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരം മെഡിക്കൽ കോളേജുകളിൽ അധ്യാപകരായി എത്തുന്നവർ പലർക്കും ചെയ്യുന്ന തൊഴിലിനോടോ അവിടെയുള്ള വിദ്യാർത്ഥികളോടോ യാതൊരുവിധ ആത്മാർത്ഥതയുമില്ല. നിതിൻ രാജ് താമസിച്ചിരുന്ന ആ ഹോസ്റ്റൽ മുറി ഒരു തടവറയായിരുന്നുവെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. 2 മാസം മുൻപ് പനിച്ചു കിടന്നപ്പോൾ ഒറ്റയ്ക്കൊരു മുറിയിലേക്ക് മാറ്റി. ആ ദിവസങ്ങളിൽ സഹപാഠികളെയൊക്കെ അകറ്റി നിർത്തി. അവരുമായി ആശയവിനിമയം പോലും അനുവദിച്ചിരുന്നില്ല. അധ്യാപകൻ ജാതീയമായി തന്നെ അധിക്ഷേപിച്ചുവെന്നും പുറത്തേക്കിറങ്ങിയാൽ കയ്യും കാലും വെട്ടുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും നിതിൻ രാജ് ഒരു ശബ്ദരേഖയിൽ സുഹൃത്തുക്കളോട് പറയുന്നു. സഹപാഠികൾക്ക് നിതിൻ രാജ് അയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്റ്റാഫ് റൂം കൂട്ടത്തോടെ ആക്രമിക്കുന്ന ഒരു സ്ഥലമാണെന്നും ഈ സന്ദേശത്തിൽ പറയുന്നു. അമ്മയുടെ അസുഖത്തെ പോലും അധ്യാപകൻ കളിയാക്കി. കയ്യും കാലും വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി. പുറത്തറിയിക്കാനാവാത്ത പല പീഡനങ്ങളാണ് ആ കോളേജിൽ നടക്കുന്നത് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. റാഗിങ്ങും ജാതി അധിക്ഷേപവും നിറം പറഞ്ഞുള്ള അധിക്ഷേപവും സ്ഥിരം സംഭവങ്ങളാണ്. അധികൃതരോട് പരാതി പറഞ്ഞപ്പോൾ അവർ ചെവിക്കൊണ്ടില്ല. സ്ഥിതി രൂക്ഷമായപ്പോൾ അവൻ പഠനം മനസ്സിലാക്കി വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങി. ഈ കൊലപാതകികളുടെ ഇടയിലേക്കാണല്ലോ ഞങ്ങളുടെ മകനെ പഠിക്കാൻ അയച്ചത് എന്ന് ബന്ധുക്കൾ പറയുന്നു. ചില സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ ശാരീരികമായി പീഡിപ്പിക്കുന്നുവെന്ന് ചില വിദ്യാർത്ഥികൾ തങ്ങളോട് കോളേജിലെത്തിയപ്പോൾ പറഞ്ഞുവെന്നും വീട്ടുകാർ. +2 ശേഷം 4 വർഷം പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് ഒടുവിൽ അഡ്മിഷൻ നേടിയെടുത്തിരുന്നു മെറിറ്റിൽ നിതിൻ രാജ്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ അവൻ ഒരുപാട് സ്വപ്നങ്ങളും മനസ്സിൽ നെയ്തു. മാനേജ്മെന്റ് സീറ്റല്ല എങ്കിലും മറ്റ് ഫീസ് ഇനങ്ങളിലായി 30,000-ഓളം രൂപയടച്ചു. വാടക വീട്ടിലാണ് കുടുംബം കഴിയുന്നത്. തിരുവനന്തപുരം ചാലക്കാട് പുതുകുളങ്ങര പെയിന്റിംഗ് തൊഴിലാളിയായ വയ്യൽ രാജന്റെയും CR ലതയുടെയും മകനാണ് നിതിൻ രാജ്. നിറം പരാമർശിച്ചും അധിക്ഷേപിച്ചും സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ ക്രൂരമായ റാഗിംഗ്. തുടർന്ന് മകൻ ഇക്കാര്യങ്ങൾ അധ്യാപകരോടും വകുപ്പ് മേധാവികളോടും പരാതിപ്പെട്ടു. ഇതോടെ അധ്യാപകർ അവരെ ഒരു നോട്ടപ്പുള്ളിയാക്കി. അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഒരുവിധ ഇടപെടലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തുടർച്ചയായ അധിക്ഷേപമാണ് പിന്നീട് മകൻ നേരിടേണ്ടി വന്നത് എന്ന് അച്ഛൻ പറയുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ റിസപ്ഷൻ വിഭാഗത്തിൻ്റെയും കോളേജ് ലൈബ്രറി കെട്ടിടത്തിൻ്റെയും മധ്യഭാഗത്തായി ചെങ്കൽ പാകിയ നിലത്ത് വീട് കിടക്കുന്ന നിലയിലായിരുന്നു നിതിൻ രാജിനെ കണ്ടെത്തിയത്. കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു. മരണത്തിന് തൊട്ടുമുൻപ് നിതിൻ രാജ് സഹപാഠികൾക്ക് അയച്ച ആ ശബ്ദരേഖ ഇങ്ങനെ: ഇന്നലെ കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇതിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്താണ് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. സെയിം ടു യു എന്ന് പറഞ്ഞു, മൊത്തത്തിൽ തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള. അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാണ് പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു നിതിൻ കൂളെന്ന് പറഞ്ഞു. ഇല്ല ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ച്
കുറേ പേര് വിളിച്ചിട്ട് നിതിനെ നീ ഇയാളെ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. എടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടില്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ എന്താ ഇൻസൾട്ട് ഓക്കെ ഞാൻ ക്ഷമിച്ച്, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒന്നറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളേലും പേപ്പർ കൊടുത്ത് വായിച്ച് നടന്ന് ചെയ്യിക്കുന്നു, അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ്. ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു, ക്ലാസ്സിൽ 100-ൽ 99 പേരും തൻ്റെ അടിമയായിരിക്കും. എന്തായാലും അതില്ല, ഞാൻ താനും നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ടുള്ളൂ, ഞാൻ സാറ് ഇന്നലെ വിളിച്ചിട്ടേ അല്ല. കരുതെന്ന് പറഞ്ഞാൽ ഒരു 15,000 രൂപ ഒരു ലോൺ ആപ്പിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ ചൂഷണം ചെയ്ത് കൊലപ്പെടുത്തി അവർ അങ്ങനെ കരുതും. കാരണം അവൻ സർക്കാർ മെറിറ്റിലല്ലേ കയറിയത്. അവനെ തട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരു വിദ്യാർത്ഥി അവിടെ കയറ്റി അവർക്കത് ബാക്കി പൈസ ഈടാക്കാമല്ലോ. കാരണം ട്രസ്റ്റാണ് അവിടെ നയിക്കുന്നത്. അപ്പോഴവർക്ക് ആ പൈസ ഈടാക്കാമല്ലോ അതിൻ്റെ പേരിൽ. എന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞ് ഇവൻ 1.5 മാസം വന്നില്ലല്ലോ, മാനസിക പീഡനം നേരിട്ട് മുമ്പ്. അപ്പോൾ 1.5 മാസം ഇവിടെയായിരുന്നു. അപ്പോൾ സാർ ഇനി അവൻ വീണ്ടും 6 വർഷം അവിടെ പഠിക്കേണ്ടി വരും, 1 വർഷം അവന് കട്ടാവും. കാരണം അവന് ഈ 1.5 മാസത്തെ ക്ലാസ് കയറി വരാൻ പറ്റില്ല. അപ്പോഴെൻ്റെ മോൻ തന്നെ സാറന്മാരോട് പറയാം, അത് ഞാൻ കയറി വന്നോളാം. ആ ടെസ്റ്റൊക്കെ ഞാൻ കുട്ടികളെ എല്ലാ നോട്ട്സുകളും വായിച്ച് എഴുതി പഠിച്ച് 5 വർഷം കൊണ്ട് തന്നെ ഡോക്ടറായി ഞാൻ പുറത്ത് വരുമെന്ന് പറഞ്ഞു. അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോഴത്തെ എക്സാമിന് വകുപ്പ് മേധാവി ഡോക്ടർ MK റാമിനെതിരെയാണ് ഇപ്പോൾ മറ്റു വിദ്യാർത്ഥികളും വിരൽ ചൂണ്ടുന്നത്. ഡോക്ടർ റാം ഒരു സ്ഥിര പ്രശ്നക്കാരനായിരുന്നു. ബോഡി ഷെയ്മിങ്ങും ഭീഷണിയും ഇതുതന്നെയായിരുന്നു റാം മറ്റു വിദ്യാർത്ഥികളോടും ചെയ്തത്. നിതിൻ രാജിന്റെ മരണത്തിൽ പുറത്തു വരുന്നത് കേട്ടുകേൾവിയില്ലാത്ത ക്രൂരതകൾ. മരണത്തിന് പിന്നിൽ ലോൺ ആപ്പുകളുടെ ഭീഷണിയാണ് എന്ന് തുടക്കത്തിൽ അധ്യാപകർ ഒരു പ്രചരണം നടത്തിയിരുന്നു. ലോൺ ആപ്പിൽ നിന്ന് നിതിൻ രാജ് ഒരു ലോൺ എടുത്തു എന്നത് വാസ്തവം. 10-14,000 രൂപയ്ക്ക് വേണ്ടി അവൻ അങ്ങനെ ഒരു കടുംകൈ ചെയ്യില്ല എന്ന് പിതാവ് പറയുന്നു. ലോൺ ആപ്പുകാർ നിതിൻ രാജിന്റെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്തു. അങ്ങനെ ഒരു അധ്യാപികയുടെ നമ്പർ അവരുടെ കയ്യിൽ കിട്ടുന്നു. തുടർന്ന് ഈ അധ്യാപികയെ നിരന്തരം വിളിക്കുന്നു. ഒടുവിൽ അധ്യാപിക പരാതിയുമായി വകുപ്പ് മേധാവിയെ സമീപിക്കുന്നു. വകുപ്പ് മേധാവി അധ്യാപികയെ അപമാനിച്ചു എന്ന പേരിൽ നിതിനെ വിളിച്ച് ശകാരിക്കുന്നു, ഏറ്റവും മ്ലേച്ഛമായി സംസാരിക്കുന്നു. നിതിന്റെ മരണത്തിൽ അധ്യാപിക സംഗീതയും വകുപ്പ് മേധാവി റാമിനെയും പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ സംഭവങ്ങളിൽ അധ്യാപികയ്ക്ക് എത്രമാത്രം പങ്കുണ്ട് എന്നത് ഇപ്പോഴും സംശയകരമാണ്. വിദ്യാർത്ഥികളെ മാനസികമായും ശാരീരികമായും തകർക്കുന്ന വിചിത്രമായ ശിക്ഷാരീതികളാണ് കോളേജിൽ നടന്നിരുന്നത് എന്ന് വിദ്യാർത്ഥികൾ തെളിവ് സഹിതം പരാതി നൽകി. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ കോളേജിൽ വിദ്യാർത്ഥി പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഡോക്ടർ റാമിനെതിരെ മുൻപും നിരവധി പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ അധികൃതർ കണ്ണടയ്ക്കുകയായിരുന്നു ചെയ്തത്. മാനസിക പീഡനം സഹിക്കവയ്യാതെ ഒട്ടനവധി വിദ്യാർത്ഥികൾ വലിയ സമ്മർദ്ദത്തിലകപ്പെട്ടിരുന്നുവെന്നാണ് മറ്റു വിദ്യാർത്ഥികൾ ഇപ്പോൾ തുറന്നു പറയുന്നത്. പരീക്ഷകളിൽ തോൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ വിദ്യാർത്ഥികളെ ഇയാൾ നിശബ്ദരാക്കും. ഇന്റേണൽ മാർക്കിലും വൈവയിലും ഡോക്ടർ റാമിന് വലിയ സ്വാധീനമുണ്ട്. ഇത് ചൂഷണത്തിനുള്ള ഉപാധിയാക്കി. വിദ്യാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യും. തലയടിക്കുകയും ചെവി പിടിച്ച് കിഴുക്കുകയും ചെയ്യുന്നതിന് പുറമെ ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ അടുപ്പിക്കുന്ന വിചിത്രമായ ശിക്ഷാരീതിയും ഇയാൾ പിന്തുടർന്നു പോന്നു. ലോൺ ആപ്പിന്റെ പേരിൽ ആദ്യം ചില സംസാരങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് അധ്യാപികയായ സംഗീതയെ അപമാനിക്കുന്ന വിധത്തിൽ അധ്യാപികയുടെ നമ്പർ ലോൺ ആപ്പുകാർക്ക് കൈമാറി എന്നൊക്കെ പറഞ്ഞായിരുന്നു ഡോക്ടർ റാം നിതിൻ രാജിനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയത്. നിതിന്റെ കോണ്ടാക്റ്റിലുള്ള 2 പേരുടെ നമ്പർ ലോൺ ആപ്പ് കമ്പനി കൈവശപ്പെടുത്തുന്നു. കോളേജിലെ അധ്യാപികയുടെയും മറ്റൊരു വിദ്യാർത്ഥിയുടെയും ഫോൺ നമ്പറാണ് അവർ ഹാക്ക് ചെയ്തെടുത്തത്. ലോൺ തിരിച്ചടവ് മുടങ്ങിയതോടെ അടയ്ക്കാൻ അധ്യാപികയോട് നിരന്തരം അവർ ആവശ്യപ്പെട്ടു. ഇതിൽ പോലീസിൽ പരാതി നൽകിയ അധ്യാപിക ഇതിനിടയിൽ വകുപ്പ് മേധാവിയോട് കാര്യവും പറഞ്ഞു. അധ്യാപികയ്ക്ക് ലഭിച്ച ഭീഷണി സന്ദേശങ്ങളും കോളുകളും പ്രത്യേകമായി സൈബർ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിശദീകരിക്കുന്നത്. ലോൺ ആപ്പ് ആയിരുന്നില്ല പ്രശ്നം, മറിച്ച് ലോൺ ആപ്പിന്റെ പേരിൽ അധ്യാപികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അത് സംസാരിക്കാനായി ഡോക്ടർ റാം നിതിൻ രാജിനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു വരുത്തി അവന്റെ കൈവിട്ടുമെന്നും കാല് വിട്ടുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നു. വകുപ്പ് മേധാവിയോട് അവൻ തട്ടിക്കയറി.
ഇതോടെ കലിപ്പ് മൂത്തു വകുപ്പ് മേധാവിക്ക്. സ്റ്റാഫ് റൂമിൽ എന്താണ് നടത്തുന്നത് എന്ന് സഹപാഠികൾക്കും നിതിൻ രാജ് തന്റെ സഹോദരിക്കും അയച്ച ശബ്ദരേഖയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ജാതിയും നിറവുമൊക്കെ ചൂണ്ടിക്കാട്ടി പുഴുത്ത പട്ടിയെന്ന് നിതിൻ രാജിനെ അധ്യാപകൻ വിളിച്ചു. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല എത്രമാത്രം ജീർണിച്ചുവെന്ന് ഒരിക്കൽ കൂടി നമ്മെ വ്യക്തമാക്കുന്നതാണ് ഈ ദുരന്തം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ജാതി വിവേചനവും അത്തരം അധിക്ഷേപങ്ങളുമൊക്കെ കേരളത്തിലെ ക്യാമ്പസുകളിലും നടക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തൽ. വിദ്യാഭ്യാസ മേഖലയിലുള്ള വരേണ്യവൽക്കരണം, മറുവശത്ത് നിലവാര തകർച്ച. എത്ര സംഭവങ്ങൾ നമുക്ക് മുന്നിൽ ദുരന്തങ്ങളായി ആവർത്തിച്ചാലും പിന്നെയും എല്ലാം മറക്കുന്ന മലയാളിയുടെ ശീലം. പേപ്പട്ടികൾ വാഴുന്ന ഒരു ഇടമായി കേരളം മാറിയിരിക്കുന്നു. ഇവിടെ ജീവിക്കാൻ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല നമുക്കൊക്കെ ഭയം തോന്നും. ഡോക്ടർ MK റാം വിദ്യാർത്ഥികളെ സ്ഥിരമായി അധിക്ഷേപിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത്. മുൻപും ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു. ഇടക്കാലത്ത് ഇയാൾക്ക് സസ്പെൻഷൻ നൽകിയിരുന്നു മാനേജ്മെന്റ്. പേടിച്ചിട്ടാണ് ഇതുവരെ പ്രതികരിക്കാത്തത് ഇയാൾക്കെതിരെയെന്ന് വിദ്യാർത്ഥികൾ ഇപ്പോൾ പറയുന്നു. പരീക്ഷാ ചുമതലയുള്ളവരുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് ഇയാൾക്ക് പരീക്ഷയ്ക്ക് തങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന ഭയമാണ് വിദ്യാർത്ഥികൾക്ക്. ഉത്തരക്കടലാസ് ഇയാൾ വലിച്ചെറിയും, വൈവ പൂർത്തിയാക്കില്ല എന്നൊക്കെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തും. പല കുട്ടികളെയും പരീക്ഷ എഴുതിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. പെൺകുട്ടികൾ റാമിനെതിരെ പരാതി നൽകിയപ്പോൾ ആൺകുട്ടികളെ വിട്ട് അവരെ അടുപ്പിച്ചു. എന്നാൽ ഡോക്ടർ KT സംഗീതയെക്കുറിച്ച് തങ്ങൾക്ക് മോശം പരാതിയില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അവർ ജൂനിയർ അധ്യാപികയാണ്. റാഗിംഗ് നടക്കുന്നതായി അറിയില്ല. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ എന്തൊക്കെയാണ് അരങ്ങേറുന്നത് എന്ന ഓരോ സംഭവവും നമ്മെ ഓർമ്മപ്പെടുത്തും. നിതിൻ രാജിൻ്റേത് ഒരു കൊലപാതകമെന്ന സംശയം ഇപ്പോൾ ബലപ്പെടുന്നു. അധ്യാപകൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ കട്ടയ്ക്ക് നിന്നു. സഹപാഠികൾക്ക് ആ ശബ്ദരേഖ അയച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ എന്തിനാണ് അവൻ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന്റെ മുകൾ നിലയിലേക്ക് കയറി അവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത്? ഇതിന് പിന്നിൽ കൃത്യമായ ഏതെങ്കിലും ഗൂഢാലോചനയും ആസൂത്രണവുമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരൊക്കെ അവനെ ഭയന്നു, അതുകൊണ്ട് ചിലർ ചേർന്ന് അവനെ ഒരുപക്ഷെ വേട്ടയാടിയിരിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.